ൊപ്പമുണ്ട്. ഷറഫുദ്ദീനും മേപ്പാടി ക്യാമ്പിൽ തന്നെയാണുള്ളത്. ഷറഫുദ്ദീൻ, നമസ്കാരം. ചൂരൽമലയിലായിരുന്നോ മുണ്ടക്കയിലായിരുന്നോ താമസം? ഞാൻ ചൂരൽമല ടൗണിൻ്റെ അടുത്ത് സാറേ. നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണല്ലേ? ദിലീപും ബാലിയും പ്രജീഷും ഷറഫുദ്ദീനും എല്ലാവരും? ഞങ്ങൾ രണ്ടുപേരും ഒപ്പമാണ് വർക്ക് ചെയ്യണത്. എല്ലാവരും ഞങ്ങൾ അയൽവാസികളും സുഹൃത്തുക്കളും പാടെയാണ്. ദിലീപിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നോ ഷറഫുദ്ദീനും? ഞങ്ങൾ രണ്ടാളും ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ്. ഞങ്ങൾ മൊത്തം ഒരു അങ്ങാടിയിലേക്കാണ് കൂട്ടുകെട്ടിന് വരിക. എല്ലാ സാധനങ്ങളും മേടിക്കാൻ, കളിക്കാനും ഞങ്ങൾ ഹൈസ്കൂളിലേക്ക് വരുമൊക്കെ. ഷറഫുദ്ദീനും അവിടെ കൂലിപ്പണി തന്നെയായിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും ഒരേ വർക്കാ. ഷറഫുദ്ദീൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? കൂലിപ്പണി തന്നെ. എൻ്റെ വീട്ടിൽ തന്നെ നമ്മൾ ചെറിയൊരു വീട്, നമ്മളെ ശിവക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്ത്, പുഴൻ്റെ ഇക്കര സൈഡ്, ടൗണിൻ്റെ പുറകിൽ. രാത്രി ഏകദേശം ഒരു 1:30 മണിയോടുകൂടിയാണ് നിങ്ങളിത് അറിയുന്നത് അല്ലേ? നിങ്ങൾ അന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഈ ശബ്ദം കേട്ടുണരുകയായിരുന്നു ചെയ്തത് ഷറഫുദ്ദീൻ? ഇല്ല, ഞാൻ വീട്ടിൽ പെട്ടെന്ന് എന്തോ ഒരു വൈബ്രേഷൻ കേട്ടിട്ട് വീട് ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് അവിടുന്ന് പൊട്ടി വരുമ്പോൾ മുണ്ടക്കയിൽ നിന്ന്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വാതിൽ തുറന്നതും വീടിൻ്റെ അകത്തേക്ക് മൊത്തം വെള്ളം സ്പ്രെഡായി. അതിൽ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ കറങ്ങിപ്പോയി വെള്ളത്തിൽ. മൊത്തത്തിൽ പിടിച്ച് ഒതുക്കി നിർത്തി ആ വെള്ളം ഒറ്റ പോക്ക്. അപ്പോൾ ഫസ്റ്റ് പാലത്തിൽ ചെളികളൊക്കെ വന്ന് ബ്ലോക്കായപ്പോൾ അത് ഫില്ലാകാനുള്ള ഒരു ടൈം, അവിടുന്ന് മേലെ വരെ അത്രയും വലിയ കുഴികൾ ഫില്ലാകാനുള്ള ഒരു ടൈമിലാണ് ഞാൻ ഓടി രക്ഷപ്പെട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഷറഫുദ്ദീൻ ആ സമയത്ത് രക്ഷപ്പെടുമ്പോൾ? ഞാനും വൈഫും 2 മക്കളും തന്നെ ഉള്ളൂ. കുട്ടികളുടെ പ്രായം എത്രയാണ് ഷറഫുദ്ദീൻ? മൂത്തതിന് 13, രണ്ടാമത്തേതിന് 9. ഓക്കെ. ഇപ്പം നിങ്ങൾ എല്ലാവരും ക്യാമ്പിലാണല്ലേ, കുഞ്ഞുങ്ങളടക്കം? എല്ലാവരും ക്യാമ്പിൽ. ഇനി എവിടെ പോവും? ഇനി എന്തെങ്കിലും ഒന്നും ആവണ്ടേ. അവിടെ എത്ര സെന്റ് ഉണ്ടായിരുന്നു സ്ഥലം വീട്ടിൽ? നമുക്ക് 10 സെന്റും വീടും. വീട് പൂർണ്ണമായും പോയോ ഷറഫുദ്ദീൻ? ബാക്കി ഒന്നുമില്ലാതെ, അടയാളം പോലും ഇല്ലാതെ പോയോ വീട്? ഒക്കെ അവിടെ മൊത്തം അങ്ങനെ ആയിട്ടില്ല. മൊത്തം അവിടെ ചെളിയും ഇതെല്ലാം വന്ന് വിറകും എല്ലാം അടഞ്ഞിട്ട് അവിടെ വാസയോഗ്യം അല്ലാതായിപ്പോയി. മറ്റേ വീടിൻ്റെ ഒക്കെ സാധനങ്ങളും എല്ലാം വന്നിട്ട് അതിൻ്റെ മേലെ കിടക്കണേ ചുറ്റും.